അന്തിമ വിജ്ഞാപനം വരുന്നതിന് മുമ്പേ വർദ്ധിപ്പിച്ച നികുതി പിരിക്കാനുള്ള മണ്ണാർക്കാട് നഗരസഭാ തീരുമാനത്തിനെതിരെ NCP ശക്തമായ പ്രതിഷേധ പരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്ന് NCP അറിയിച്ചു. വിഷയവുമായി ബന്ധപ്പെട്ട് നഗരസഭാ സെക്രട്ടറിക്ക് നിവേദനം നൽകി. ഒരു മുനിസിപ്പാലിറ്റി ചെയർമാൻ ചെയ്യുന്ന, ഉദ്യോഗസ്ഥർ ചെയ്യുന്ന, സെക്രട്ടറി ചെയ്യുന്ന നീചമായ പ്രവൃത്തിയല്ലേ? നിങ്ങളൊന്ന് നോക്കൂ, ഈ മനുഷ്യന്മാരൊക്കെ ഇവിടെ ഇരിക്കുക. ആ മനുഷ്യന്മാർക്ക് 8000 സാധാ വീട്ടിലുള്ള ആളുകൾക്ക് 8000, 10000, 20000 കടകൾ വരുമ്പോൾ 1 ലക്ഷം, 1.5 ലക്ഷം ഇത് എവിടെ നിന്ന് എടുത്തു കൊടുക്കാനാ? ഇതൊരു ക്ഷേമരാഷ്ട്രമല്ലേ പ്രിയപ്പെട്ടവരെ? ഈ ബുദ്ധിയില്ലാത്ത ആളുകൾ ഭരിക്കുമ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇതിനു മുമ്പ് ചെയർമാൻ പറഞ്ഞു ഞങ്ങൾ 1 രൂപ നികുതി വാങ്ങില്ല, അത് നിർത്തിയെന്ന്. ആളുകൾ നികുതി അടക്കാൻ വന്നോല് നികുതി അടക്കാതെ പോയി. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു ഞങ്ങൾ മന്ത്രിക്ക് കൊടുക്കുന്നു. മന്ത്രിയുടെ അന്തിമ തീരുമാനം വരുന്നതിന് മുമ്പ് ഇപ്പോഴും നികുതി വാങ്ങുന്നു, അധിക നികുതി. ഇത് വലിയൊരു കൊള്ളയാണ്. ഇങ്ങനെയുള്ള കൊള്ളക്കാർ നടത്തുന്ന ഒരു സ്ഥാപനമായിട്ട് ഈ മുനിസിപ്പാലിറ്റി മാറിയിരിക്കുകയാണ്. എനിക്ക് ജനങ്ങളോട് പറയാനുള്ളത് എന്താണ്? നിങ്ങളുടെ നികുതി നമ്മുടെ നികുതി എന്ന് പറഞ്ഞിട്ട് ഇവർ നമ്മളെ കൊള്ളയടിക്കുകയാണ്. ഞങ്ങൾ ഇത്ര ആളുകൾ പോരാ, ജനകീയ പ്രക്ഷോഭങ്ങൾ ഉണ്ടാവണം. ഇതിൽ അധിക നികുതി വരുന്ന ആളുകൾ മുഴുവൻ മുനിസിപ്പാലിറ്റിയുടെ മുമ്പിൽ വന്ന് നിൽക്കണം. എന്നിട്ട് ചോദിക്കണം, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത് ചെയ്തത്? ഞങ്ങളാണോ തെറ്റ് ചെയ്തത്? നിങ്ങളുടെ ഉദ്യോഗസ്ഥരുടെ ഭരണസമിതിയുടെ തെറ്റിന് ഞങ്ങളെ കരുവാക്കണോ? നിങ്ങൾക്ക് ദേഷ്യം വരണം പ്രിയപ്പെട്ടവരെ, ഇവിടുത്തെ ജനങ്ങൾക്ക് ദേഷ്യം വരണം. എന്നിട്ട് ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ ഇവിടുന്ന് പുറത്താക്കാനുള്ള നടപടി ഉണ്ടാകണം. അതില്ലെങ്കിൽ ഇതിന് വലിയ വില കൊടുക്കേണ്ടി വരും. 2016 മണ്ണാർക്കാട് പഞ്ചായത്തിൽ നിന്നും നഗരസഭയിലേക്ക് മാറിയത്. നഗരസഭയിലേക്ക് മാറുന്നതോടെ കെട്ടിട നികുതി വർദ്ധിപ്പിക്കണമെന്നതാണ് സർക്കാർ തീരുമാനം. എന്നാൽ അക്കാലത്ത് കെട്ടിട നികുതി വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു മുന്നറിയിപ്പും നഗരസഭയോ ഉദ്യോഗസ്ഥരോ ജനങ്ങൾക്ക് നൽകിയിരുന്നില്ല. തുടർന്നാണ് 2016 മുതലുള്ള നികുതി ഒരുമിച്ചടക്കണമെന്ന് കാണിച്ച് നഗരസഭ കഴിഞ്ഞ വർഷം നോട്ടീസ് നൽകിയത്. ഇതിനെതിരെ വ്യാപകമായ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. വർഷാവർഷം നികുതി പിരിച്ചു വാങ്ങാതെ 8 വർഷത്തെ മുഴുവൻ ഒരുമിച്ച് വേണമെന്ന് പറഞ്ഞ് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലെന്ന് NCP ഉൾപ്പെടെയുള്ള മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. പല കോണുകളിൽ നിന്നും പ്രതിഷേധങ്ങൾ ശക്തമായതോടെ നഗരസഭ നികുതി പിരിക്കൽ താൽക്കാലികമായി നിർത്തിവെച്ചു. തുടർന്ന് മന്ത്രിതലത്തിൽ വിഷയം ചർച്ച ചെയ്തു. എന്നാൽ മന്ത്രിതലത്തിൽ നിന്നും അന്തിമ വിജ്ഞാപനം വരുന്നതിനു മുമ്പേ മണ്ണാർക്കാട് നഗരസഭ വീണ്ടും നികുതി പിരിക്കൽ ആരംഭിച്ചുവെന്നും ഇതിനെതിരെ ശക്തമായ പ്രതിഷേധ പരിപാടികൾക്ക് NCP നേതൃത്വം നൽകുമെന്നും നഗരസഭാ സെക്രട്ടറിക്ക് നിവേദനം നൽകിയ ശേഷം ബ്ലോക്ക് പ്രസിഡന്റ് സദക്കത്തുള്ള പടലത്ത് പറഞ്ഞു. നികുതി മേടിക്കുന്നതിന് പുറമെ എന്താണ് പറയുന്നത്, ഈ മാർച്ച് 31-നുള്ളിൽ അടച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ പലിശയായിട്ട് 2000, 3000, 5000 രൂപ അധികം വരുന്നും കത്തിലൂടെ പറയുകയാണ്. ഇങ്ങനെ വരുമ്പോൾ ജനങ്ങൾ ആളുകളിൽ കടം വാങ്ങിയിട്ട് ഒക്കെ ജനങ്ങൾ പരിഭ്രാന്തരാകുകയാണ്. കാരണം ഈ കോവിഡ് ഇതൊക്കെ കഴിഞ്ഞ് ജനങ്ങൾ 10 പൈസ ഇല്ലാതെ നിൽക്കുകയാണ്. ഇതിനൊക്കെ കൃത്യമായൊരു തീരുമാനമെടുക്കണം. അപ്പോൾ സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വരുന്നുള്ള ഞങ്ങളെ ജനങ്ങളെ ബോധിപ്പിക്കേണ്ട ഉത്തരവാദിത്വം നിൽക്കേണ്ട ഭരണസമിതി അത് ജനങ്ങളെ ബോധിപ്പിച്ചിട്ടില്ല. ഈ നിവേദനത്തിൽ ഞാൻ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നേതാക്കളായ PC ഹൈദരലി, ആസിൻ പാരശ്ശേരി, പ്രിൻസ് ജോൺ, വിജയകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. CCN മണ്ണാർക്കാട്.